മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ സജ്ജമായിരിക്കുകയാണ്. കുരിശിനോടും ക്രൂശിതനോടും കൂടി യാത്ര ചെയ്തതിന്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും എന്നെ വിളിച്ചു പറയുന്നുണ്ട്, കർത്താവിനെ കാണാൻ പറ്റി, കർത്താവിനെ തൊടാൻ പറ്റി, കർത്താവ് പറഞ്ഞ വചസ്സുകൾ എൻ്റെ ഹൃദയത്തിൽ ആലേഖിതമാക്കിയെന്ന്. നീയോ? ഇന്നിതാ കർത്താവ് നമുക്ക് വചനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാം വാക്യം. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞ് പിറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. മകളെ, യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടത്തെ ദർശിക്കുവാനുള്ള വരം കൊടുക്കും. മേരി മാഗ്ദലിൻ യേശുവിനെ അത്രമാത്രം സേവിച്ചിരുന്നു. അതുകൊണ്ടാണ് പുലർക്കാലെ കല്ലറയിലേക്ക് ഓടിയത്. അവിടെ ചെന്നപ്പോൾ യേശുവിനെ കണ്ടില്ല. അവളുടെ സങ്കടമായിരുന്നു. എന്റെ കർത്താവിനെ അവർ കൊണ്ടുപോയി, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്റെ മകളെ, ആരെല്ലാം സഹിക്കുന്നുണ്ടോ, ആരെല്ലാം വേദന സഹിക്കുന്നുണ്ടോ, അവരുടെ അടുത്ത് യേശുവുണ്ട്. സഹനങ്ങൾ നമ്മെ ഉപേക്ഷിച്ചതിന്റെ ലക്ഷണമല്ല, നമ്മെ ചേർത്ത് പിടിച്ചതിന്റെ ലക്ഷണമാണ്. കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ച് സുവിശേഷ വേല ചെയ്യാൻ ക്രൂശിനോടുകൂടി അനുയാത്ര ചെയ്ത നമുക്ക് എല്ലാവർക്കും സാധ്യതമായി തീരട്ടെ. ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.